അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. പ്രേമസ്വരൂപരായ സജ്ജനങ്ങളെ, ഉപാസകരെ, ദേവിയുടെ അനുഗ്രഹം കൊണ്ട്, ഭാഗ്യം കൊണ്ട് കോടാനുകോടി ജീവാത്മാക്കളുള്ള ഈ പ്രപഞ്ചത്തിൽ നമുക്ക് മാത്രം ഇങ്ങനെ ദേവിയുടെ നാമം പറഞ്ഞ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചർച്ച ചെയ്ത് സത്സംഗം കൂടാൻ നമുക്കെല്ലാവർക്കും അവസരം ലഭിക്കുന്നത് മഹാഭാഗ്യം കൊണ്ട് മാത്രം. ഇതറിയാത്ത എത്രയോ കോടി ജന്മങ്ങളുണ്ട്. അപ്പൊ ഇത് അറിയുക എന്ന് തന്നെ അത് അതിപരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത് അറിയാൻ പോലും നമുക്ക് പറ്റുള്ളൂ. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? താങ്ക് യു. ഓക്കെ. അപ്പൊ ആ മഹാഭാഗ്യം കൈവരുന്ന അവസ്ഥയിൽ ദേവിയോട് തിരിച്ചെങ്ങനെ നമ്മളെ നന്ദി കാണിക്കണം എന്ന് പറഞ്ഞാൽ മറ്റ് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ ഇത് കൊടുക്കുക എന്നുള്ളത്. എത്രയേ ആളുകൾക്ക് ഇത് കൊടുക്കുന്നു അത്രയും ദേവിയുടെ സന്തോഷം നമുക്ക് കിട്ടും. കാരണം നമ്മളിലൂടെയാണ് ദേവി പ്രവർത്തിക്കുന്നത്. ലൈറ്റ് വർക്കേഴ്സിന് ഫോറിനേഴ്സ് പറയുന്നത് ഈശ്വരൻ പ്രവർത്തിക്കുന്നത് പ്രകാശത്തിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ കൂട്ടുള്ള ആളുകളിലൂടെയാണ് മറ്റുള്ളവരിലേക്ക് ഈ ആശയങ്ങൾ എത്തുന്നത്. മാക്സിമം ആളുകളെ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കുകയും അവർക്ക് താല്പര്യമില്ല. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ വിടുന്ന ഒരു കുട്ടി കരഞ്ഞോണ്ടായിരിക്കുമ്പോൾ, പക്ഷെ ഭാവിയിൽ അവന് ഭയങ്കര ഗുണമായിരിക്കും. നമ്മൾ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ നമ്മൾ അവരെ നിർബന്ധിച്ച് പങ്കെടുത്ത് 1 2 തവണ പങ്കെടുത്താൽ പിന്നെ ഒരു സുഖം പിടികിട്ടിയാൽ പിന്നെ പൊക്കോളും തന്നെ അല്ലേ? 500 രൂപ നോട്ടും ചോക്ലേറ്റും കൊടുത്താൽ കുട്ടി ഏതെടുക്കും? 500 രൂപ കൊണ്ട് എത്ര ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വാങ്ങിക്കാൻ പറ്റുമെന്ന് അവന് അറിയില്ല. അവൻ ചോക്ലേറ്റ് എടുക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ തമോ ഗുണത്തിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ നമുക്ക് സാത്വികമായ ഗുണം, അതിന്റെ സുഖം അനുഭവിപ്പിക്കാം എല്ലാവരെയും. എനിവേ, നമുക്ക് മഹാഭാഗ്യം കൈവന്ന കാര്യം പറഞ്ഞു. നമുക്ക് കേരളത്തിലെ കുംഭമേളയിൽ പങ്കെടുക്കാനുള്ള അവസരം, സത്സംഗം കൂടാനുള്ള അവസരം, ആ പുണ്യഭൂമിയിൽ ഒരുപാട് ആത്മാക്കൾ പിടയുന്ന മണ്ണാണ് മാമാങ്കത്തിലൂടെ അല്ലേ? അപ്പൊ അവിടെ അതിനുള്ള ഹോമങ്ങളും കർമ്മങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്രാവശ്യം ഏറ്റവും പ്രധാനമായിട്ട് അവിടെ ചെയ്യുന്നത്. മന്ത്രജപങ്ങളും. അതിലൂടെ അവർക്കെല്ലാം മോക്ഷം കിട്ടട്ടെ എന്ന് വെച്ചായിരിക്കും സ്വാമിജി അവർ തന്നെ കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്കും അതിന്റെ പുണ്യം ഉറപ്പായിട്ട് കിട്ടും. മന്ത്രജപങ്ങൾ ഒരുപാട് ആളുകൾ എല്ലായിടത്തുനിന്നും വന്നു ചേർന്ന് ജപവും ആ പോസിറ്റീവ് വൈബ്രേഷനിൽ മുങ്ങാൻ നമുക്ക് കഴിയണം അല്ലേ? അപ്പൊ അതിന് 29-ാം തീയതി അല്ലെ, എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി തപോവൻ സ്വാഗതം ചെയ്യുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കുറച്ചു നേരം സത്സംഗവും 1 മണിക്കൂറേ നമുക്കുള്ളൂ. 1/2 മണിക്കൂർ ഇതുപോലെ തന്നെ ഇപ്പൊ ചെയ്യുന്നത് തന്നെ അവിടെ സത്സംഗവും ലൈവ് ആയിരിക്കും, ഡയറക്റ്റ് ആയിരിക്കും എന്നുള്ളൂ. നമ്മളെല്ലാം ഒന്നിച്ച് കാണും, എല്ലാവരും പങ്കെടുക്കുക അല്ലേ? ദേവി ഉപാസകരായിട്ടുള്ള എല്ലാവരും വരിക. 1/2 മണിക്കൂർ ലളിതാ സഹസ്രനാമ ജപം, 1/2 മണിക്കൂർ സത്സംഗവും കൂടാം. രാവിലെ വരാൻ പറ്റുമെങ്കിൽ രാവിലെ വരിക. നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാം അല്ലെ? അവിടുത്തെ ജപത്തിലും പൂജയിലും ഒക്കെ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ പങ്കെടുക്കാം അല്ലെ? അന്നദാനമൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരെയും ക്ഷണിക്കുന്നു. നമുക്ക് വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ നാമം ജസ്റ്റ് ഒന്ന് വ്യാഖ്യാനം ചെയ്തിരുന്നു. മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക. മനസ്സിന്റെ രൂപത്തിലുള്ള കരിമ്പ് വില്ലാണ് ദേവിയുടെ ഒരു ആയുധം. കോദണ്ഡ പഞ്ചതന്മാത്ര സായക. 5 തന്മാത്രകളാണ് ദേവിയുടെ അമ്പുകൾ. വില്ല് എന്ന് പറയുന്നത് മനസ്സിന്റെ രൂപത്തിലുള്ള കോദണ്ഡം, പഞ്ചതന്മാത്ര സായക. കരിമ്പ് വില്ലിന്റെ രൂപത്തിലുള്ള വില്ലും പഞ്ചതന്മാത്രകളുടെ രൂപത്തിലുള്ള
അമ്പുമാണ് ദേവിയുടെ ആയുധം. എന്താണ് ഇപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനസ്സിന്റെ സൂചകം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, മനസ്സിനെ കുറിച്ച് പറഞ്ഞു. മനസ്സിനെ കൃത്യമായ രീതിയിൽ അടിമയാക്കിയാൽ അത് വളരെ മധുരമുള്ള അനുഭവങ്ങൾ നമുക്ക് തരികയും ആനന്ദമയ കോശം വരെ നമ്മളെ എത്തിക്കും. ഹലോ, ഒന്നും കേൾക്കുന്നില്ല. ഒന്ന് വെയിറ്റ് ചെയ്യണേ. അന്നമയത്തിൽ നിൽക്കുന്ന ഒരാളെ പാശത്താൽ ബന്ധിക്കും. സോറി, കട്ടായി പോയി. അവന്റെ തന്നെ വികാരങ്ങളോടൊക്കെ യുദ്ധം ചെയ്യുന്ന അവസ്ഥയിൽ അവൻ വീരനാണ്. അല്ലെ, യുദ്ധം ചെയ്യുന്ന ആരാ? വീരൻ. അപ്പൊ നമ്മളൊക്കെ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ വരുന്ന ആളുകൾ വീരൻ, ദീക്ഷ എടുത്തു കഴിയുമ്പോൾ അവൻ വീരന്, അല്ലെങ്കിൽ ദേവി ഉപാസന സ്ട്രോങ് ആയിട്ട് പോകുന്ന അവസ്ഥയിൽ അവൻ വീരനാണ്. പശു, വീരൻ, ദിവ്യൻ, പിന്നീട് ദിവ്യനായി മാറുന്നു. അതായത് ഈശ്വരന്റെ അനുഭവം കെട്ടിത്തുടങ്ങുമ്പോൾ, ആ ഈശ്വരന്റെ ദിവ്യപ്രകാശം അവനിലേക്ക് വരുമ്പോൾ, ആ അനുഭവങ്ങൾ വരുമ്പോൾ അവൻ ദിവ്യനായി മാറുന്നു. അങ്ങനെ അയാൾ സമാധി വരെ എത്തിച്ചേരുന്നു. അതിനാണ് നമ്മൾ ഈശ്വര ഉപാസന ചെയ്യുന്നത്. അപ്പം അവിടെ അന്നമയത്തിൽ നിന്ന് മനോമയത്തിലേക്ക് എത്തുന്ന ഒരു പെർസെപ്ഷൻ അവിടുന്ന് പ്രാണമയത്തിലേക്ക് എത്തി. ആ കാഴ്ചപ്പാട് അവിടെ മാറുക. അന്നമയത്തിൽ നിന്ന് മനോമയത്തിലെത്തുമ്പോൾ നമുക്കും ഈശ്വരനും രൂപം മാറും. പ്രാണമയത്തിലെത്തുമ്പോൾ രൂപം മാറും, എനർജിയായി മാറും നമ്മൾ ഈശ്വരനും. വിജ്ഞാനമയത്തിലും ആനന്ദമയത്തിലും എത്തുമ്പോൾ മാറും, പിന്നെയും മാറും. അത് അഖണ്ഡ ബ്രഹ്മമായി മാറും. നമ്മൾ മാറും, അദ്വൈതം വരും. അപ്പം ഈ അന്നമയ കോശത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ സാധനങ്ങൾ ചെയ്യാൻ പറ്റൂ. അന്നമയത്തിൽ നിന്നുകൊണ്ട് മാത്രമേ മനസ്സിനെ അടിമയാക്കാൻ സാധിക്കൂ. അന്നമയത്തിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ആ അന്നമയത്തെ നിയന്ത്രിക്കുന്ന മനസ്സ്, ആ മനസ്സ് ഉപയോഗിച്ച് സമാധി വരെ നമുക്ക് എത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു. മനസ്സിനെ നന്നായി അടിമയാക്കി ഉപയോഗിച്ചാൽ സമാധി വരെ എത്താൻ പറ്റും. കാരണം മനസ്സ് വെച്ചല്ലേ നമ്മൾ സത്സംഗം കൂടുന്നത്, ഇതൊക്കെ മനസ്സിലാക്കുന്നത്, വായിക്കുന്നത്, ചിന്തിക്കുന്നത്. അപ്പൊ മനസ്സ് വേണ്ടാന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. മനസ്സ് മുതലാളിയായിട്ട് നിൽക്കുന്ന, അറിയാതെ ഇങ്ങനെ ചിന്തിച്ച് എവിടേക്കോ പോയി നമ്മളെ കൊണ്ടുപോയി നശിപ്പിക്കുന്ന, അഡിക്ഷൻസിലൂടെയൊക്കെ നശിപ്പിക്കുന്ന മനസ്സ് മുതലാളിയായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ തൊഴിലാളിയാക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ലെ? മനസ്സിനെ തൊഴിലാളിയാക്കണം. അപ്പോ അത് വെച്ചിട്ട് നമ്മൾ മനസ്സിനെ, ബോധിധർമ്മം പറഞ്ഞ എന്താ? ഇഫ് യുവർ മൈൻഡ് ഈസ് യുവർ മാസ്റ്റർ, യു ആർ ഇൻ ഹെൽ. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മുതലാളിയാണെങ്കിൽ നിങ്ങൾ നരകത്തിലാണ്. But if you are the master of your mind, you will enter in the kingdom of Buddhas. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ തൊഴിലാളിയാണെങ്കിൽ നിങ്ങൾ ബുദ്ധന്മാരുടെ ഭൂമികയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലെ? ഒരു ബുദ്ധന് മൈൻഡ് ഉണ്ട്, പക്ഷെ ആ മൈൻഡിനെ അയാൾ കൺട്രോൾ ചെയ്ത് അടിമയാക്കി ഉപയോഗിക്കുന്നു. ഒരു കൃഷ്ണന് മൈൻഡ് ഉണ്ട്, അതുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്, ഗീത ഉപദേശിക്കുന്നത് ഒക്കെ. പക്ഷെ അദ്ദേഹത്തിന്റെ മൈൻഡ് അദ്ദേഹത്തിന്റെ അടിമയാണ്. അർജുനന്റെ ഉടമയായിട്ട് ആദ്യം മാറുന്നു മൈൻഡ്. അതാണ് അർജുനന്റെ പ്രശ്നം ആദ്യം. അപ്പൊ അതിനെ അടിമയാക്കി വെച്ചിട്ട് അവസ്ഥയിൽ ലോകം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യം ഏതാണെന്നറിയോ? ഏതാണെന്നറിയോ? ഹിസ്റ്ററിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യം ഏതായിരുന്നു എന്നറിയോ?
ചോള സാമ്രാജ്യമായിരുന്നു. പക്ഷെ അതിലും വലിയ സാമ്രാജ്യമായിരുന്നു വിക്രമാദിത്യന്റെ. വിക്രമാദിത്യൻ ഇത്രയും പവർഫുൾ ആകാൻ കാരണം ഒരു വേതാളത്തെ കിട്ടിയെന്നാണ് പറയുന്നത്. ആ വേതാളം മനസ്സാണ്. അതിന് സിംബോളിക്കായിട്ടാണ് നമ്മൾ അമ്പളിയമ്മാനത്തില് കഥകൾ കൊച്ചിലെ പണ്ട് വായിച്ചിട്ടില്ലേ, അല്ലയോ? മുരിങ്ങമരത്തെ കയറി വേതാളം തലകീഴായി തൂങ്ങിക്കിടന്നു. വിക്രമാദിത്യൻ മുകളിലേക്ക് കയറി ആ ശവം തോളത്ത് വെച്ചിട്ട്, ആ ശവത്തിനകത്താണ് വേതാളം ഉള്ളത്, തോളത്തിട്ടുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ പറയാണ്, അല്ലയോ രാജൻ, ഞാനൊരു കഥ പറയാം. എന്റെ കഥയ്ക്ക് ഉത്തരം തരാത്ത പക്ഷം അങ്ങയുടെ തല 1000 പൊട്ടിത്തെറിക്കും. അവിടെയൊക്കെ പൊട്ടിത്തെറിച്ച തലകൾ കിടക്കുക. അങ്ങേക്ക് മുന്നേ എന്നെ കീഴ്പ്പെടുത്താൻ വന്നവരുടെ തലകളാണിതെല്ലാം. ഞാൻ പറയുന്ന ചോദ്യങ്ങൾക്ക്, ഈ കഥ പറഞ്ഞിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നില്ലെങ്കിൽ അങ്ങനെ തല പൊട്ടിത്തെറിക്കും 1000 കഷ്ണങ്ങളായി. അങ്ങനെ ഒരു കഥ പറയുന്നു. എന്താണ് എക്സാമ്പിള്? ഒരു സ്ത്രീ, ഒരു പുരുഷൻ ഭയങ്കരമായിട്ട് ഭർത്താവ് ഉപദ്രവിക്കുന്നു. അവൾക്ക് മറ്റൊരു സ്ത്രീയോട്, പുരുഷനോട് ഇഷ്ടം തോന്നി. അപ്പോൾ അയാളുടെ കൂടെ അവൾ ജീവിക്കാൻ തീരുമാനിച്ചു. ഇത് തെറ്റോ ശരിയോ? ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് എളുപ്പം തീരുമാനം പറയാൻ പറ്റാത്ത ചോദ്യങ്ങളായിരിക്കും, ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങളായിരിക്കും വേതാളം ചോദിക്കും. അപ്പൊ വിക്രമാദിത്യൻ പക്ഷെ അത്ഭുതകരമായിട്ട് ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട്, ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടിയാ ഋഷിമാർ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്, ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് മനസ്സിനെ മതിക്കുന്ന, അല്ല മനസ്സിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ, അല്ലാതെ സ്വന്തം മനസ്സിനെ ധർമ്മത്തെ കൊണ്ട് നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ വളരെ മനോഹരമായി വിക്രമാദിത്യൻ പറയും. പക്ഷേ വേതാളം അവിടുന്ന് വീണ്ടും പറന്ന് മുരിങ്ങമരത്തെ പോയി തലയിലായി തൂങ്ങിക്കിടക്കും. അങ്ങനെ ഒരുപാട് കഥകൾ വിക്രമാദിത്യനോട് വേതാളം പറയുന്നുണ്ട്. അതിനെല്ലാം ഉത്തരം പറഞ്ഞ് ലാസ്റ്റിൽ അതിനെ കീഴടക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ ഇങ്ങനെ മുരിങ്ങമരത്തിലേക്ക് വീണ്ടും കയറി കഴിയുമ്പോൾ വിക്രമാദിത്യൻ വീണ്ടും വളരെ ആദെ മരത്തെ പിടിച്ച് കയറി മേലെ ചെന്ന് ആ ശവം എടുത്ത് തോളത്തിട്ട് വീണ്ടും നടക്കുകയാണ്. അപ്പോൾ ഈ വേതാളം വീണ്ടും പറയാണ്, അല്ലയോ രാജൻ, ഞാനൊരു കഥ പറയാം. വീണ്ടും കഥ പറഞ്ഞ ഈ വേതാളം നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഈഗോയാണ്. നമ്മൾ ശ്രീവിദ്യാ പദ്ധതിയിൽ ദീക്ഷ എടുത്തിട്ട് ഉപാസിക്കുന്ന ആളുകള് വളരെ നമ്മുടെ ക്ലാസ് ഒക്കെ കേട്ട് ശകലം വീഡിയോ ഒക്കെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അറിയാതൊരു അഹങ്കാരം വരും ചില ആളുകൾക്ക്. ഇപ്പൊ ഞാൻ മനസ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു, ഇനി എടാ മനസ്സേ നിന്റെ കളിയൊന്നും എന്നോട് നടക്കത്തില്ല. ഞാൻ ശ്രീധരൻ സാറിന്റെ ക്ലാസ് ഒക്കെ കേട്ടു, മനസ്സിനെ കുറിച്ചൊക്കെ അയാൾ പറഞ്ഞു തരുന്നു, ഞാൻ കേട്ടു. ഇനി നിന്റെ കളിയൊന്നും നടക്കത്തില്ല. ആരാ ഇത് പറയുന്നേ? മനസ്സാണ്. അത്ര സൂക്ഷ്മമായിട്ടാണ് ഈ മനസ്സ് നമ്മളെ കീഴടക്കുന്നത്. അങ്ങനെ നമ്മൾ കീഴടക്കിയിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിനെ കുറിച്ച് അറിയാം. അപ്പൊ നമ്മുടെ ഒരു വീഡിയോ വരുന്നു, മനസ്സിനെ എങ്ങനെ കീഴടക്കും. ഈ വീഡിയോ ഞാൻ ഇതിങ്ങനെ പറയുന്ന കുറെ കേട്ട, എനിക്കിപ്പോ അറിയാം ഇയാൾ പറയാൻ പോകുന്ന ഇതൊക്കെയല്ലേ, പ്രസന്റ് നിൽക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നേ. അത് സ്കിപ്പ് ചെയ്ത് പോയി. പക്ഷെ അതിനകത്ത് നിന്നും ചിലപ്പോൾ ഒരു നല്ലൊരു പോയിന്റ്, ഇയാളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു പോയിന്റ് കിട്ടുമായിരിക്കും, പക്ഷെ കാണത്തില്ല. എന്നിട്ട് ഈ വാദം പിടിച്ച് അവസാനം എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോ എവിടെ എന്ത് കാറ് ആഹാരം കഴിച്ചിട്ട് എനിക്ക് വിശക്കണു എന്നൊക്കെ പറഞ്ഞു വരും. അതായത് എല്ലാം കഴിഞ്ഞു പോയി, സാമ്പത്തിക നഷ്ടം, പ്രശ്നങ്ങള്, ആളുകൾ പറ്റിച്ച് പൈസ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും. എന്നെ അങ്ങനെ പറ്റിക്കാൻ പറ്റത്തില്ല. സംഭവം എന്തുവാ, ദേവിയും പോയി, എല്ലാം പോയി. സാറേ ഞാനിപ്പോ കൂടുതൽ ജപിക്കുന്നുണ്ട് സാറേ, പല കാര്യമുണ്ട്, ഒരു ബന്ധവുമില്ല. ജപം ഒരു സൈഡില്, ഇപ്പത്തെ സൈഡിൽ കൂടെ ചിന്തകള്, മനസ്സ് കീഴടക്കി. കണ്ടോ എത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മുടെ മനസ്സ് കീഴടക്കുന്നത്. അപ്പൊ അത്ര സൂക്ഷ്മം, അത്ര ദേവിയെ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ പറ്റൂ, വിനീതനായിരുന്നെങ്കിലേ പറ്റൂ, പൂർണ്ണ സമർപ്പണം ഉണ്ടെങ്കിലേ പറ്റൂ, എപ്പോഴും ദേവിയെ വിചാരിച്ചോണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, ആ സ്നേഹബന്ധം മെയിൻറ്റെയിൻ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ആ ദേവിയുടെ വലിപ്പം അത് നമ്മുടെ മനസ്സിൽ ഉണ്ടായെന്ന് നമ്മൾ ചെറുതായിക്കോളും. നമ്മൾ വലുതാണെന്നല്ലേ ഈ പ്രശ്നം. അപ്പോഴല്ലേ വാദം പിടിക്കുന്നു, അഹങ്കാരം വരുന്നു, മറ്റൊരാളെ പരിഗണിക്കാതെ സംസാരിക്കുന്നു, അപ്പോഴല്ലേ അവൻ നമുക്കിട്ട് പണിയുന്നേ. അപ്പൊ നമ്മൾ ദേവിയെ വലുതായിട്ട് എപ്പോഴും കണ്ടാൽ നമ്മൾ ചെറുതായി. ദേവിയെ കുറിച്ചുള്ള സ്മരണ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ചെറുതായിരിക്കുന്നുണ്ട്, അതിനെ കീഴ്പ്പെടുത്തി നിർത്താൻ പറ്റും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കരിമ്പിന്റെ രസം പോലെയുള്ള മധുരം നമുക്ക് കിട്ടും. അതാണ് ദേവി. കരിമ്പുമില്ല, നല്ലൊരു ആയുധമാണ് മനസ്സ്. എങ്ങനെ നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക്, ഇല്ലെങ്കിൽ അത് തന്നെ നമുക്ക് പണിയായിട്ട് വരും നമ്മുടെ മനസ്സ്. അപ്പൊ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സാധകന്റെ ഉദ്ദേശം.
മനസ്സെന്ന് പറഞ്ഞ വ്യക്തിത്വത്തെ നശിപ്പിക്കുക. അതിന് അമ്പുകൾ ഉപയോഗിക്കാം. ആ അമ്പുകളുടെ പേരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. അത് പല വികാരങ്ങളാണെന്ന് പറഞ്ഞു. കാമദേവന്റെ വില്ലുകളാണ്, അമ്പുകളാണെന്ന് പറയുന്നു. കാമദേവൻ കാമകലയാണ്, ആഗ്രഹങ്ങളാണ്, ഇച്ഛാശക്തിയാണ്. ഇച്ഛാശക്തി അമ്പിന്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് അമ്പ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ അമ്പ് ഇച്ഛാശക്തിയോടുകൂടി തൊടുത്തു വിട്ടാൽ ആ ലോകത്ത് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് ഒരു ഉപാസകൻ. മനസ്സിനെ അടിമയാക്കി, ദേവി ഉപാസനയിലൂടെ മനസ്സിനെ അടിമയാക്കി, ഈഗോയെ അതിജീവിച്ച് മഹത് അഹങ്കാരം, ദേവിയുടെ ആ ഒരു ഈഗോ, ദേവി എന്നുള്ള ഒരു സംഭവം നമ്മളിലേക്ക് കൊണ്ടുവന്നു. ഈ അമ്പ് ഉപയോഗിച്ചുകൊണ്ട് ആഗ്രഹം, ഇച്ഛാശക്തിയെ ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. ഇച്ഛാശക്തിയെ ശരിയായി വിനിയോഗിച്ചാൽ ഈ ലോകത്ത് ഇച്ഛാശക്തി കൊണ്ടല്ലേ എല്ലാം നടക്കുന്നത്. ചില ആൾക്കാർ പറയും, സാറേ എനിക്ക് വലിയ കാശൊന്നും വേണ്ട സാറേ, നന്നായിട്ട് ജീവിച്ചു പോയാൽ, ഞാൻ അങ്ങനെ അത്യാഗ്രഹിയൊന്നുമില്ല, എനിക്ക് കാശൊന്നും വേണ്ട സാറേ. ശരിയാണോ? നമുക്ക് കാശില്ലെങ്കിൽ, നമുക്കൊരു അസുഖം വന്ന് അമൃതായി കൊണ്ടുപോകണം, 10 ലക്ഷം രൂപ വേണമെങ്കിൽ വീട്ടുകാരൻ കൂട്ടത്തിലുള്ളവർ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവരാണെങ്കിൽ അവർ വല്ലവരും പോയി കടം വാങ്ങിക്കും. അപ്പൊ കടം വാങ്ങിക്കുന്ന, കടം തരുന്നവന് അവൻ എന്ത് കഷ്ടപ്പെട്ടായിരിക്കും പൈസ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ഉറുമ്പ് കൂട്ടുന്ന കൂട്ട് അവന്റെ മോടെ കല്യാണത്തിനോ വല്ലോ ഒക്കെ നമ്മൾ ഇത് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും, അല്ലെ വാങ്ങിക്കുമ്പോൾ തന്നെ അവനൊരു ബുദ്ധിമുട്ടുണ്ടാവൂലേ? അപ്പൊ നമ്മൾ മറ്റുള്ളവരെ നമുക്ക് എത്ര രൂപ വേണ്ടി വരും നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് മഹാലക്ഷ്മി നിന്ദിക്കരുത്. താന്ത്രികം എന്ന് പറഞ്ഞ കട്ടും പൊട്ടിച്ചും പിടിച്ചു പറിച്ചും ആഡംബരം കാണിച്ചും പൈസ അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നല്ല ഈ പറയും. മഹാലക്ഷ്മി നിന്ദിക്കരുത്. അപ്പം കൃത്യമായ രീതിയിൽ നമ്മൾ ഉപാസന ചെയ്ത് ഇച്ഛാശക്തി, ആഗ്രഹം വേണം. അപ്പൊ ആഗ്രഹം ഇല്ലാത്ത ഒരു ഡോക്ടർ കൊണ്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? ഡോക്ടർക്ക് BMW വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ അവൻ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ രക്തവും ജലവും അല്ലെ, ബ്ലഡൊക്കെ ഭയങ്കര കൊതിയായിട്ടാണ് ഡോക്ടർമാർ എടുക്കുന്നത്, ആണോ? അയാൾക്ക് BMW വാങ്ങിക്കണം, അടുത്ത വസ്തുവിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ കഷ്ടപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പല്ല് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ സുഖമുള്ള കാര്യമാണ് അല്ലെ? നല്ലവണ്ണം കഷ്ടപ്പെട്ട് പഠിച്ച് BDS ഒക്കെ എടുത്തിട്ട് പല്ല് ക്ലീൻ ചെയ്യുന്നത്ര സുഖമുള്ള പരിപാടിയാണ് അത് ഡോക്ടർ ആയതുകൊണ്ട് ആ പ്രൊഫഷനിൽ അത് നല്ല കാര്യമാണ്, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, ശരിയല്ലേ? പക്ഷെ ആ ജോലി എന്ന് പറയുന്നത് എന്താ? മറ്റൊരാളുടെ വായിലെ ദുർഗന്ധം സഹിക്കുന്ന ജോലിയാണ്. അയാൾ പറയും എനിക്കിത് വയ്യ, എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, പൈസയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ വല്ല ആരെ കൊണ്ടുപോയി കാണിക്കും? അപ്പം രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി പറയുക എനിക്ക് മടുത്ത്, ഞാൻ നിർത്താൻ പോകാം, അല്ലേ? അപ്പൊ ഇച്ഛാശക്തി, ആഗ്രഹം കൊണ്ടാണ് ആദിപരാശക്തി അല്ലെങ്കിൽ ഇച്ഛാശക്തി കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ കാണപ്പെടുന്നത്, അല്ലേ? പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇച്ഛാശക്തി അത്ര മോശം ശക്തിയല്ല. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ കാണപ്പെടുന്നത്. ശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിട്ട് അതിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ അമ്പ് ഇച്ഛാശക്തിയുടെ പ്രതീകമാണ്. അപ്പൊ ആ അമ്പിൽ വെച്ചിട്ട് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാണ് അമ്പ്. പഞ്ചതന്മാത്ര സായക, മനോരൂപേക്ഷു കോതണ്ട, മനസ്സ്, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്തിലൂടെയാ പ്രവർത്തിക്കുന്ന? ഈ അന്നമയ ശരീരത്തിലെ കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചിയിലൂടെയല്ലേ? അപ്പൊ ഇച്ഛാശക്തി മനസ്സിനെ ഉപയോഗിച്ച് ആദിപരാശക്തി ആ വില്ലെടുത്തിട്ട് 5 ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് വിടുമ്പോൾ പ്രാണൻ പുറത്തേക്ക് സഞ്ചരിച്ചിട്ടാണ് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ ഇച്ഛാശക്തി ആഗ്രഹത്തിലൂടെ, ശരിയല്ലേ? ആഗ്രഹിക്കാൻ ടാക്സ് അടയ്ക്കരുത്. ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവരും ദേവി ഉപാസകരാണെങ്കിൽ സംഘമില്ലാതെ ആഗ്രഹിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഒന്നാമത്തെ. നമ്മളെ എപ്പോഴൊക്കെയോ ആരൊക്കെയോ സന്യാസത്തിന്റെ പേര് പറഞ്ഞ് നമ്മളെ ആഗ്രഹമില്ലാത്തവരാക്കി മാറ്റിയത് കൊണ്ടാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യാതിരുന്നത് ഇത്രയും നാളും. നമ്മൾ ഈ സന്യാസം പറഞ്ഞുകൊണ്ടിരുന്നു. ആഗ്രഹമില്ലാതെ ആദിപരാശക്തി ഇല്ലാതെ പരിപാടി നടക്കത്തില്ല. താന്ത്രികൻ സന്യാസിയല്ല എന്ന് പലതവണ നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടും ചിലര് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് പറയുക എനിക്ക് കാശൊന്നും വേണ്ട, ഒന്നും വേണ്ട, എന്നിട്ട് 24 മണിക്കൂറും പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടുകയും ചെയ്യും, അല്ലേ?
24 മണിക്കൂർ എന്തിനാ ഓടുന്നത്? പണം ഉണ്ടാക്കാൻ. എന്താ വേണ്ടാന്ന് പറയുന്നത്? കാശ്. പിന്നെ എന്തിനാ ഈ ഓടുന്നതാണ്? നിർത്തിക്കൂടെ? അല്ല, അതെ, കാശ് ജീവിക്കും. കള്ളമല്ലേ ഇത്? സത്യസന്ധരല്ലാത്ത ഒരാളിലേക്കും ദേവി പ്രവേശിക്കില്ല. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നു, കത്തും പൊട്ടിച്ചും ആക്രാന്തമാണ് വേണ്ടാന്ന് വെക്കേണ്ടത് പൈസയോടുള്ള. പക്ഷേ അധ്വാനിച്ച് പണം ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ കിട്ടിയ ഒരാൾക്ക് 50 രൂപ കൊടുത്തൂടെ? അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവരില്ലേ? കണ്ണില്ലാത്തവരില്ലേ? കാലില്ലാത്തവരില്ലേ? അവരെ സഹായിക്കണ്ടേ? പറയുക. അപ്പം നമ്മൾ അധ്വാനിച്ച് ആദ്യം തന്നെ ഇച്ഛാശക്തി ഉണ്ടാക്കണം. 50 ലക്ഷം രൂപയുടെ BMW സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ടാക്സ് അടയ്ക്കൂ? ശ്രീധരൻ 50 ലക്ഷം രൂപയുടെ BMW സ്വപ്നം കണ്ടു, 5 ലക്ഷം രൂപ ടാക്സ്. BMW സ്വപ്നം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു സാധാരണ അല്ല ഒരു ഹോണ്ട സിറ്റി കിട്ടിയാൽ നഷ്ടമുണ്ടോ? ചെറിയ ഒരു മാരുതി കാർ സ്വപ്നം കണ്ട അത് കിട്ടുമായിരിക്കും. മറ്റേത് ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ വിഷമമാവത്തില്ലേ എനിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആഗ്രഹിക്കാത്തത്. അങ്ങനെയാണ് നമ്മളിങ്ങനെ ആയത്. അപ്പൊ നമ്മൾ അത് തയ്യാറായാൽ മതി. BMW ആഗ്രഹിച്ചിട്ട് നമുക്ക് കിട്ടിയത് ഹോണ്ട സിറ്റിയാണ്, തൃപ്തിപ്പെടാൻ തയ്യാറാവണം. അപ്പം അവിടെ മനസ്സ് അടിമയാവും. അപ്പൊ ആ മനസ്സിനെ അടിമയാക്കാൻ പഠിച്ച ഒരാള് ആഗ്രഹിക്കുക കൂടെ ചെയ്തിട്ട് മാക്സിമം പ്രവർത്തിക്കുകയും കൂടെ ചെയ്താൽ എത്ര ആളുകൾക്ക് അതുകൊണ്ട് ഗുണം വരുന്നു? ശരിയല്ലേ? അല്ലെ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ സ്വാതന്ത്ര്യത്തിനോടുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ടല്ലേ? അതുകൊണ്ട് ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചില്ല. അപ്പൊ ഇച്ഛാശക്തി ഇല്ലാതെ പ്രവർത്തിക്കത്തില്ല. നമ്മൾ നിർബന്ധപൂർവ്വം ഇന്ന് തന്നെ ആ ആഗ്രഹങ്ങൾ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ആഗ്രഹിക്കുമെന്ന് പറയാൻ തയ്യാറാവണം. മനസ്സിനെ കീഴടക്കിക്കൊണ്ട്. ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ച് ആത്മഹത്യ ചെയ്യും. മനസ്സ് കീഴടക്കാതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ. അതുകൊണ്ടാണ് ആഗ്രഹിക്കേണ്ടതെന്ന് പണ്ടുള്ളവർ പലരും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മനസ്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ആദിപരാശക്തിയെ മുൻനിർത്തിക്കൊണ്ട് ഉപാസന ചെയ്ത് ദേവി തീരുമാനിക്കുന്നോട്ട് റിസൾട്ട് കിട്ടട്ടെ. ഗീത പറയുന്നോട്ട് കർമ്മത്തിലെ ഞാൻ പ്രവർത്തിക്കുന്നു, എൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇച്ഛാശക്തിയോടുകൂടി നമ്മുടെ കർമ്മം മനസ്സിനെ കീഴടക്കിക്കൊണ്ട് ഇച്ഛാശക്തിയോടുകൂടി ആദിപരാശക്തി പ്രാണനെ ഈ ഇച്ഛാശ മൈൻഡിലൂടെ കീഴടക്കിക്കൊണ്ട് 5 ഇന്ദ്രിയങ്ങളായ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാകുന്ന തന്മാത്രകളുമായി പഞ്ചേന്ദ്രിയങ്ങളായ കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചിയുള്ള ഇന്ദ്രിയങ്ങളെ കണ്ണ്, മൂക്ക്, നാക്ക്, അതിലൂടെ ഈ പഞ്ചഭൂതങ്ങളെ ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാൽ മനസ്സ് സ്റ്റോപ്പായിക്കൊണ്ട് മനസ്സ് അടിമയായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ദേവി നടത്തിത്തരും. 100% ഉറപ്പാണ്. പക്ഷെ നമ്മുടെ മനസ്സിനെ പ്രവർത്തിക്കില്ല. അതായത് കിട്ടിയില്ലെങ്കിലും വിഷമിക്കരുത്. അതിന് തയ്യാറായിക്കൊണ്ട് മാക്സിമം ഇച്ഛാശക്തി വെച്ചിട്ട് ആ ഹാർഡ് വർക്ക് ചെയ്യണം. ദേവി ഉറപ്പായിട്ടും കൂടെ നിൽക്കും. ഇത് പലർക്കും അറിയാത്ത ഒരു ടെക്നിക്കാണ്. ഏത് പ്രതിസന്ധിയും നമുക്ക് മറികടക്കാൻ ദേവി നമ്മളെ സഹായിക്കും. 100% ഉറപ്പ്. സംശയിക്കണ്ട. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? സിമ്പിളാണ്. നമ്മൾ ഇന്ദ്രിയങ്ങൾ ഉള്ളപ്പോൾ മാത്രമേ സാധന ചെയ്യാൻ കഴിയൂ. ശരീരമുള്ളപ്പോൾ സാധന ചെയ്യാൻ പറ്റൂ. കാരണം മനസ്സ് എന്ന് പറയുന്നത്, മനസ്സിനെ അടിമയാക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ നിൽക്കണം എന്ന് പറയാൻ കാരണം, പ്രത്യാഹാര ധ്യാനം ചെയ്യണമെന്ന് പറയാം, അല്ലെ പ്രസന്റിൽ നിൽക്കണം എന്ന് പറയാൻ കാരണം, മനസ്സ് വർക്ക് ചെയ്യുന്നത് പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റ് വിഷമമാണെന്നും ഫ്യൂച്ചർ ടെൻഷനാണെന്നും പറഞ്ഞു. ചിന്തകൾ എപ്പോഴും പാസ്റ്റോ ഫ്യൂച്ചറോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സ് പാസ്റ്റോ ഫ്യൂച്ചറോ ആണ്. പിന്നെ കണ്ടുകൊണ്ടിരിക്കുക. മെമ്മറിയിൽ ഓർമ്മയിൽ പോകാതെ ചിന്തിക്കാൻ പറ്റുമോ? നോക്കിയേ, എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചേ. കണ്ടു? ഓർമ്മയിലേക്ക് പോകുന്നുണ്ടോ മനസ്സ്? ചിന്തിക്കണം എന്ന് പറയുമ്പോൾ മൈൻഡ് പാസ്റ്റിലോട്ട് പോകും. എന്നിട്ട് ഫ്യൂച്ചർ സങ്കല്പിക്കും. രണ്ടും ഇല്ലാത്ത. പാസ്റ്റ് കാണിക്കാൻ പറ്റും? ഇല്ല. ഫ്യൂച്ചർ കാണിക്കാൻ പറ്റത്തില്ല. പ്രസന്റ് മാത്രമാണ് സത്യം. ശ്രദ്ധിക്കണം. മനസ്സ് മാത്രമായിരിക്കുന്ന ആള്, അല്ലെങ്കിൽ മനോലോകത്ത് നിൽക്കുന്ന ഒരാള് പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ആണ്, അയാൾ മരിക്കുമ്പോൾ പ്രേതമാണ്. അയാളുടെ മനസ്സ് മാത്രമായി മാറും ശരീരം പോയി കഴിയുമ്പോൾ. ആ മനസ്സിനെ ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റൂല. നായയുടെ കയ്യെ പുതിയ താങ്ങ കിട്ടിയ പോലെ എന്ന് പറയും. കാരണം അയാൾ മനസ്സ് മാത്രമായി മാനസിക ലോകത്ത് പെട്ടുപോയി. എൻ്റെ ഈ 100 കണക്കിന് വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ വരുന്നവർക്ക് വേണമെങ്കിൽ തിയേറ്ററിനകത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഈ വാദകൾ വന്നിട്ട് സംസാരിക്കും. അവരുടെ ശരീരം പോയി. നമ്മളും അങ്ങനെയാവും. നമ്മൾ മരിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം എന്താ? സത്യമായതുകൊണ്ട് ശരീരം ഒന്ന് വീഴത്തേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ശരീരം പോകുന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടും ഈ ലോകമായിട്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ശബ്ദസ്പർശ രൂപരസംഗന്ധങ്ങളുള്ള ഈ ശരീരം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. പഞ്ചതന്മാത്ര സഹായക ആയിട്ടുള്ള ഈ ശരീരം അത് ആവശ്യമില്ലേ? മനസ്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട്
ആദിപരാശക്തിയെ പ്രോപ്പറായിട്ട് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ചഭൂതങ്ങളിലേക്ക് കണക്ട് ചെയ്ത് ചിന്തകളെ നിരോധിച്ചെങ്കിലേ അത് പറ്റത്തുള്ളൂ. എന്റെ പഞ്ചേന്ദ്രിയങ്ങളെ പഞ്ചഭൂതങ്ങളുമായി കണക്ട് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നത് എന്താണ്? എന്റെ ചിന്തകളാണ്. ഇങ്ങനെ നോക്കിക്കൊണ്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ചെവിയിലൂടെയാണ്. ഞാൻ പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രകാശം, കാഴ്ച, കേൾവി, സ്പർശം, ശബ്ദസ്പർശ, രൂപരസ, ഗന്ധങ്ങളായ പഞ്ചഭൂതങ്ങളെ ആയിട്ടുള്ള അഗ്നി, ജലം, വായു, ആകാശം, ഭൂമിയായിട്ട് കണക്ട് ചെയ്തിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇത് നിങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രോസസ്സ് നടക്കുന്നത്. ഇതിനിടയ്ക്ക് ചിന്ത വന്നാൽ എന്ത് സംഭവിക്കും? ഹലോ, ഹായ്, ഹലോ, കണ്ടോ? ചിന്ത ബന്ധം പോയി നമ്മളൊരു ബാധയായി മാറി, ഒരു പ്രേതമായി മാറി കുറച്ചു നേരത്തേക്ക്. അപ്പൊ ചത്തുപോയാലോ? അവിടെ നിൽക്കും. പിന്നെ ഈ ചിന്തയെ നിരോധിക്കുന്ന എങ്ങനെ? ഇന്ദ്രിയമില്ലാതെ. ഇന്ദ്രിയങ്ങൾ ആക്റ്റീവ് ആകുമ്പോഴല്ലേ ചിന്തകൾ സ്റ്റോപ്പ് ആവുന്നത്. നിങ്ങളിപ്പോ വീണ്ടും ഇങ്ങോട്ട് നോക്കിയേ. ഹലോ, ഇന്ദ്രിയങ്ങളിലേക്ക് കണ്ടോ? ഇന്ദ്രിയങ്ങളിലേക്ക് വന്നു. ഇപ്പൊ ചിന്തയില്ല. ചിന്തിക്കുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ഇന്ദ്രിയങ്ങളിലൂടെ പഞ്ചഭൂതങ്ങളുമായിട്ടുള്ള ബന്ധം വേണം. പ്രസന്റിൽ നിൽക്കണം. ചിന്തകളെ നിരോധിക്കണം. ഇന്ദ്രിയങ്ങൾ ആക്റ്റീവ് ആക്കണം. ഇന്ദ്രിയങ്ങളെ ആക്റ്റീവ് ആക്കിയാൽ മതി, ചിന്ത നിരോധിക്കപ്പെടും. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളുള്ള ഈ ശരീരം ഇല്ലെങ്കിൽ നമ്മുടെ ചിന്തയെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ. ഇത് വളരെ സൂക്ഷ്മമായ കാര്യമാണ്. വളരെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ, ശ്രദ്ധ ഒരു നിമിഷം പാളിപ്പോയി ഞാൻ പറയുന്ന വട്ടാന്ന് പറയും. മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം നമ്മൾ പറഞ്ഞത് പഞ്ചകോശ വ്യാഖ്യാനമാണ്. ചുമ്മാ അർത്ഥം പറയാൻ എളുപ്പമാണ്. ഇത് അതിന്റെ സൂക്ഷ്മ തലത്തിലുള്ള പ്രായോഗികമായ പ്രാണന്റെ സ്പന്ദന നിയമങ്ങൾ അടങ്ങിയ വ്യാഖ്യാനം പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാവും. ഇത് മനസ്സിലാക്കിയാൽ രക്ഷപ്പെടുകയും ചെയ്യാം. വേറെ എവിടെ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് പുസ്തകത്തിൽ എഴുതി വെച്ചാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. സൂക്ഷ്മതലമാണ്. നമ്മൾ ഇന്ദ്രിയങ്ങളിൽ നിൽക്കുമ്പോഴേ ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയുന്ന കേട്ടോണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ഇതിൽ ശ്രദ്ധിച്ചാൽ ചിന്ത വരത്തില്ല. ശ്വാസത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ചിന്തിക്കാൻ പറ്റുമോ? ബ്രീത്ത് ഒന്ന് എടുത്ത് നോക്കി, എന്നിട്ട് ചിന്തിക്കാൻ പറ്റുമോ നോക്കി. ചിന്തിക്കാൻ പറ്റത്തില്ല. കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി വർക്ക് ചെയ്യുമ്പോൾ ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ മനസ്സ് സ്റ്റോപ്പ് ആവും. അപ്പൊ ഈ പ്രേതം നമ്മുടെ പേഴ്സണാലിറ്റി ഏറ്റവും വലിയ പ്രേതം. അതിനെ നമുക്ക് ഡീകോഡ് ചെയ്യാം. ഒരു രഥത്തിന്റെ വീലും കൊടയും അതിന്റെ പാട്ടൊക്കെ, കാറിന്റെ ചക്രങ്ങളോ അതും ഇതൊക്കെ മാറ്റിയാൽ പിന്നെ കാറുണ്ടോ? ഇല്ല. ഇതുപോലെ മനസ്സിന്റെ പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ എടുത്ത് മാറ്റി പ്രസന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മനസ്സില്ല. പേഴ്സണാലിറ്റി ഡീകോഡ് ചെയ്യാൻ പറ്റും. ശരീരം ഉള്ളപ്പം അതാണ് ധ്യാനം. അപ്പൊ നമുക്ക് സമാധിയിലോട്ട് പോകാം. ഈ പരിപാടി പറ്റത്തില്ല ശരീരം പോയാൽ. അപ്പൊ ശരീരത്തിലൂടെ മനസ്സിനെ അടക്കിക്കൊണ്ട് ശരീരത്തിലൂടെ പ്രാണനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ചതന്മാത്രകളിലേക്ക് കണക്ട് ചെയ്ത് പഞ്ചഭൂതങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ, അത് നിരന്തരം പ്രാണൻ ഇങ്ങനെ ഒഴുകിയാൽ പ്രപഞ്ചവും നമ്മൾ ഒന്നായി സമാധിയിലേക്ക്, സഹസ്രാരത്തിലേക്ക് കൊണ്ടുവരും വരും. ഇതിനാണ് ദേവിയുടെ രൂപം. ദേവി അടിസ്ഥാനപരമായി ദേവിയുടെ ശരീരം, ദേവിയുടെ രൂപവർണ്ണനയിൽ ഈ ആയുധങ്ങൾ, ഇത് നമ്മൾ ഓർക്കണം. ദേവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതാണ് എൻ്റെ ഉദ്ദേശം. മരിക്കുന്നതിന് ഇപ്പുറം പ്രകാശത്തിന്റെ ലോകത്തേക്ക് പോകണം. ഇങ്ങനെ ആയാൽ നമുക്ക് പ്രകാശത്തിന്റെ ലോകത്ത് ചെല്ലാം, പ്രേതമാവത്തില്ല. അല്ലെങ്കിൽ നല്ല സോളെങ്കിലും, കുറഞ്ഞ വർഷം ലൈറ്റർ സോളെങ്കിലും ആയി മാറാൻ പറ്റും. സ്വർഗലോകത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ ലോകത്ത് നിൽക്കാനെങ്കിലും പറ്റും. മറ്റൊരു ഇരുട്ടിന്റെ ലോകത്ത് കിടന്ന് കറങ്ങും. ശരീരം പോയാൽ അത് പറ്റത്തില്ല. അതേ പറ്റത്തുള്ളൂ. നമ്മളുടെ ഈ മൈൻഡിനെ ഡീകോഡ് ചെയ്യാൻ പറ്റാതെ വരും. അഹമില്ലായ്മ ചെയ്യുകയാണ് എല്ലാ ഉപാസനയുടെയും ലക്ഷ്യം. അപ്പൊ അത് ദേവീ ഉപാസന കൊണ്ട് ദേവിയെ പ്രാർത്ഥിച്ച് ഉപാസിച്ചാൽ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് ഈ സംഭവം നടക്കും. മറ്റേത് നമ്മൾ കഷ്ടപ്പെട്ട് ഇതൊക്കെ മനസ്സിലാക്കി ചെയ്ത് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നിർഗുണ ധ്യാനത്തില്. സഗുണോപാസനയില് ദേവി ഉള്ളത് കൊണ്ട്, ദേവി ഗുരുവായത് കൊണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ഒരു അമ്മ ഒരു കുഞ്ഞിനെ കൈപിടിച്ച് ഡെവലപ്പ് ചെയ്യുന്ന കൂട്ട് കയറ്റിക്കൊണ്ടുവരും, പടി കയറ്റുന്ന കൂട്ട് ദേവി നമ്മളെ കൈപിടിച്ച് മുകളിൽ കൊണ്ടുപോകും. ഇതാണ് ഈ നാമത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പം ഈ നാമം ശരിക്കും ദേവിയുടെ രൂപവർണ്ണനയാണെന്ന് പറഞ്ഞു. സ്ഥൂലം, സൂക്ഷ്മം, പരം, ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളിൽ പഞ്ചകോശങ്ങളിലൂടെ നോക്കിയാൽ നമുക്ക് ഈ അവസ്ഥ മനസ്സിലാവും. അപ്പൊ ദേവിയുടെ രൂപം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്താ? സ്ഥൂല അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. അത് സ്ഥൂല രൂപവർണ്ണന മനസ്സിന് വേണ്ടിയിട്ടാണ്.
മനസ്സിനെ ഈ സിമ്പിൾസ് കാണുമ്പോൾ മനസ്സിന് ദേവിയുടെ ഈ ഒരു തത്വത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ ഈ സിമ്പിൾസിന് ആർക്കിടൈപ്പിന് പറ്റും. അപ്പൊ ഈ സിമ്പിളുകൾ, ഒരു സിമ്പിൾ കൊണ്ട് ഒരുപാട് കാര്യം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ബ്രെയിൻ സിമ്പിളുകളാണ് പഠിക്കുന്നത് വേഗം, ബ്രെയിൻ പാറ്റേൺസ് എന്ന് പറയും. അപ്പൊ അവിടെ ഇമേജസ് വളരെ മസ്റ്റാണ് ഒരു കാര്യം ലേൺ ചെയ്യുന്നത്. ലാംഗ്വേജ് പോലും ഇമേജസ് ആയിട്ടാണ് പഠിക്കുന്നത് ബ്രെയിൻ. അപ്പം ആ ഇമേജസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദേവി തത്വത്തെ ധാരണ ചെയ്ത് വേണം ലളിത സഹസ്രനാമം ജപിക്കാൻ. ആ ധാരണ ദേവി ഉപാസന ചെയ്യാൻ. ഈ ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ എളുപ്പം ഭൗതിക കാര്യങ്ങൾ വരുമ്പോൾ വിഷമിക്കുവോ? എന്റെ ഭാര്യ ഇഷ്ടത്തോടെ നോക്കിയില്ല, അല്ലെ എന്നെ പരിഗണിച്ചില്ല, എന്റെ അയൽവക്കക്കാരനോട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഇതൊന്നും നമ്മുടെ വിഷയമല്ല പുറത്ത് എന്ത് നടന്നാലും. കാരണം നമ്മുടെ ലക്ഷ്യം ഈ പ്രകാശത്തിന്റെ ലോകത്ത് നിൽക്കുകയും ഈ ഇരുട്ടിന്റെ ലോകത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡീകോഡ് ചെയ്യുകയും പഞ്ചതന്മാത്ര സഹായക അല്ലെ മനോരൂപേക്ഷ കോതണ്ട, ആ കോതണ്ട് കൊണ്ട് പഞ്ചതന്മാത്ര സഹായക, പഞ്ചതന്മാത്ര അമ്പ് ഉപയോഗിച്ച്, ആ വില്ല് ഉപയോഗിച്ച് അമ്പിനെ കൊലച്ച് അതിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ വിട്ട് ആ പഞ്ചഭൂതങ്ങളുമായിട്ടുള്ള ബന്ധം കണക്ട് ചെയ്ത് ധ്യാനം സംഭവിക്കുക. എപ്പോഴും പഞ്ചഭൂതങ്ങളെ മനസ്സിന്റെ ഇടപെടൽ, യോഗചിത്തവൃത്തി നിരോധന എന്നല്ലേ പതഞ്ജലി പറയുന്നത്. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് യോഗം എന്ന് പതഞ്ജലി പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റോപ്പ് ചെയ്യുന്നത് പ്രാക്ടിക്കലി പറഞ്ഞു തരികയാണ് ലളിതാ സഹസ്രനാമത്തിന്റെ ഋഷി വശന്യാദി വാഗ്ദേവത പറയാം. അപ്പൊ ഇതാണ് ഈ പഞ്ചകോശ വ്യാഖ്യാന പ്രകാരം നമ്മൾ ഈ പറയുന്ന ശ്ലോകത്തിന്റെ വ്യംഗ്യം. എല്ലാവർക്കും ദേവിക്ക് അതിനുള്ള ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്രയും നേരം എന്നെ സേവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. തിരുനാവായ കുംഭമേള വീണ്ടും ഓർപ്പിക്കുന്നു. എല്ലാവരും അവിടെ എത്തണം, നമുക്ക് കാണാം നേരിട്ട്. ദേവി അനുഗ്രഹിക്കട്ടെ. ശ്രീമാത്രേ നമഃ. പ്രിയ ചേച്ചിയെ ജപിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും സംശയം വല്ലതും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടോ? ഒറ്റ വാക്കിൽ, വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. തിരുമേനി, ശ്രീമതി വേണുവാണ്. അപ്പോ ഈ നമ്മുടെ ബോഡിയിലാണ് ഇത് മൊത്തം നിൽക്കുന്നതല്ല. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങള് ശരിക്കും മനസ്സിനെ നമുക്ക് ഈ ബോഡിയിലൂടെ തന്നെ നമുക്കത് ഇതിലേക്ക് എത്താം അല്ല? അങ്ങനെയല്ല, ബോഡി ഉണ്ടെങ്കിലേ മനസ്സിനെ ഡീകോഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും കണ്ണ് തുറന്ന് സാധന ചെയ്യണം, ഇന്ദ്രിയങ്ങളെ ആക്റ്റീവാക്കി ജപിക്കാൻ പറയുന്നത്. ഈ കണ്ണടച്ച് ജപിക്കുന്ന ആളുകൾക്ക് ഹാലൂസിനേഷൻ വന്ന് ഞാൻ തന്നെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കുകയും വന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞാൽ കേൾക്കാതെ. കാരണം അവർ കണ്ണടയ്ക്കുമ്പോൾ ചിന്ത കൂടുതലല്ലേ, മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് യോഗം. അപ്പൊ നമ്മള് ഇന്ദ്രിയങ്ങൾ ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാതിരിക്കുന്ന എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് സമാധി കിട്ടാൻ വേണ്ടി ഇന്ദ്രിയം തന്നു വിട്ടിരിക്കുക ദേവി അല്ലേ? ഈ ശരീരം തന്നു വിട്ടിരിക്കുക. ശരീരത്തിന് വിലയില്ല, അതിനെ പുച്ഛിക്കുക, അതിനെ നിന്ദിക്കുക, ഇന്ദ്രിയ നിഗ്രഹം പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അവിടുത്തെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അപ്പം ഇന്ദ്രിയ നിഗ്രഹം എന്നൊക്കെ അങ്ങനെയല്ല. ഈ ശരീരം ഈശ്വരൻ തന്നാണ്, അതിന്റെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി, മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആണ് നമുക്ക് ഈ ശരീരം തന്നിട്ടുള്ളൂ. അത് മനുഷ്യന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, കണ്ണടച്ചാൽ ചിന്ത കൂടത്തില്ലേ? മരിക്കുമ്പോഴും അങ്ങനെ ആയിരിക്കത്തില്ലേ? അപ്പൊ കണ്ണിനെ തുറന്നാലോ? തുറന്നില്ലെങ്കിലോ? അല്ലേ? ഇന്ദ്രിയങ്ങൾ ഉള്ളപ്പോ അത് ഉപയോഗിക്കണ്ടേ? ഞാൻ പറഞ്ഞില്ല, ഇവിടെ പറയുന്ന ചിലപ്പം ചില ആളുകൾക്ക് എളുപ്പം മനസ്സിലാവത്തില്ല. പക്ഷെ നിങ്ങൾ കുറച്ച് മനനം ചെയ്യണം ഈ സംഭവം. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ അനുഭവങ്ങളായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇത് 100% ശരിയാണെന്ന് മനസ്സിലാവും.
പക്ഷെ നിങ്ങൾ ചിലപ്പോൾ പലരും പറഞ്ഞു കേട്ടതോ ഏതെങ്കിലും പുസ്തകങ്ങളിൽ വായിച്ചോ ഒക്കെ ചിലപ്പോൾ കോൺട്രഡിക്ടറി ആയിരിക്കും, ഇതിനെതിരായിരിക്കും. പക്ഷെ നിങ്ങൾ അനുഭവത്തിൽ നോക്ക്, നമ്മൾ എപ്പോഴും അനുഭവങ്ങളെ ഫോക്കസ് ചെയ്താൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ ശരിയാ, നിങ്ങൾക്ക് മനസ്സിലാവും. അത് തന്നെ ഗീതയിലും പറഞ്ഞിട്ടുള്ള രാഗദ്വേഷ വിദ്വേഷം. ഇത് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, നമുക്കിത് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. ആ രീതിയിൽ പ്രാക്ടിക്കലി തിയറിയിലായ നമ്മൾ മൈൻഡ് കിടക്കണം, അതാണ് പ്രശ്നം. ക്ലിയർ ആയോ? തിരുമേനി മനസ്സിലായി. ഒരു കാര്യം കൂടി തിരുമേനി, അതായത് എനിക്കിപ്പോ ഇന്നാണ് തിരുമേനി പറഞ്ഞോട് ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായത്. നമ്മുടെ വിപാസന മെഡിറ്റേഷനിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു ശ്വാസത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറയും. അപ്പൊ എനിക്ക് ഇന്നാണ് തിരുമേനി അത് എന്താണ് ക്ലിയർ ആയിട്ടുള്ളത് ഇതെന്ന് മനസ്സിലായത്. ഇതിനാണ് നമ്മളിത് ചെയ്യുന്നത്, ഇങ്ങനെ സത്സംഗം ചെയ്യുന്നത് മാക്സിമം ആളുകളിൽ തെറ്റിദ്ധാരണകൾ മാറ്റി ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ന് ഒരുപാട് യൂട്യൂബേഴ്സും ഒക്കെ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ പ്രാക്ടിക്കൽ ഒട്ടും അറിയാതെ തിയറി കാണാതെ പഠിച്ച് ആളുകളെ പറഞ്ഞ് മാനസിക രോഗികളാക്കി വിടുവാണ്. കുറെ പേര് ട്രീറ്റ്മെന്റിന് വരുന്നുണ്ട്. ഈ ഇത് കുണ്ടലിന് തലയിൽ കയറി എന്ന് പറഞ്ഞിട്ട് ഇന്നും കൂടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് വന്നതാ. മനസ്സിലായി? അത് ഓരോ ആചാര്യന്മാരൊക്കെ ഇവരെ കണ്ണടച്ച് ധ്യാനിപ്പിച്ച് മാനസിക രോഗികളാക്കിക്കൊണ്ടിരിക്കുക. ഇത് സത്യം ഇത് എങ്ങനെ വിളിച്ചു പറയും? ഇത് എങ്ങനെ എത്ര പേരോട് പറയാൻ പറ്റും നമുക്ക്? കറക്റ്റായിട്ടുള്ള കാര്യം പറയുന്ന ആളുകൾക്ക് പലർക്കും അത് മനസ്സിലാവുന്നില്ല. ഇതാണ് സത്യം. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ എന്നിലൂടെ ദേവി പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം മാത്രം നോക്കിയിട്ടല്ല, നമുക്ക് സൈക്കോളജി നോക്കേണ്ടി വരും, തന്ത്രം നോക്കേണ്ടി വരും, വൈദികം, വേദാന്തം, ഇതെല്ലാം നോക്കിയിട്ട് നമുക്കൊരു ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വിമർശനം വരും. സൈക്കോളജിസ്റ്റുകൾക്ക് മറ്റു സൈക്കോളജിസ്റ്റുകൾക്ക് വിമർശനം വരും, അല്ലെങ്കിൽ താന്ത്രികരെടുക്കാൻ വിമർശനം വരും, അല്ലെ? അപ്പം ഇത് കൃത്യമായ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക, ഇത് സത്യമാണ്. നമുക്ക് ജപത്തിലേക്ക് കടക്കാം. ദേവി അനുഗ്രഹിക്കട്ടെ. അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവതാ ഋഷയാ അനുഷ്ടുപ് ഛന്ദ ശ്രീ ലളിതാ പരമേശ്വരി ദേവതാ ശ്രീമത് വാഗ്ഭവ കൂടേതി ബീജം മധ്യ കൂടേതി ശക്തി ശക്തി കൂടേതി കീലകം മൂലപ്രകൃതിരിതി ധ്യാനം ശ്രീലളിതാ മഹാത്രിപുര സുന്ദരി പ്രസാദ സിദ്ധിദ്വാര സകല ചിന്തിതാ ഫല വ്യാപ്യാർദ്ദേ ജപേ വിനിയോഗഃ. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീ സ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാബീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഗടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായദാക്ഷീം ഹേമാംബാം പീതവസ്ത്രാം കരകളിതലസത് ഹേമപത്മാം വരാംഗീ സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനി ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പത്പ്രദാത്രീ സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്ദഹസിദേക്ഷണാം ശചരചാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിദൗ സ്മരേദംബികാം അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഗൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത് സിംഹാസനീശ്വരി
ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്യുത രാഗസ്വരൂപ പാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പക അശോക പുന്നാഗ സൗഗന്ധിക ലസത്കജ ഉരുവിന്ദ മണിശ്രേണി കനത് കോടീര മണ്ഡിത അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്ത്രലക്ഷ്മി പരിവാഹ ചലൻ മീനാബലോചന നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ ബാസുര കദംബ മഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര താടങ്ക യുഗളീഭൂത തപനോടുപമണ്ഡല പത്മരാഗ ശിലാദർശ പരിഭാവിക പോലഭൂ നവവിദ്രുമ ബിംബ ശ്രീന്യക്കാരീരതനച്ചത ശുദ്ധ വിദ്യാങ്കുരാകാര ധ്വജ പങ്ക്തിദ്വയോജ്വല കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര നിജ സല്ലാഭ മാധുര്യ വിനിർഭക്സിത കച്ചബി മന്ദസ്മിത പ്രഭാപൂരമച്ചത് കാമേശ മാനസ അനാകലിത സാദൃശ്യ ചുബുഗശ്രീ വിരാജിത കാമേശ ബദ്ധ മാംഗല്യ ശൂത്ര ശോഭിത കന്ദര കനകാംഗത കേയൂര കമനീയ ഭുജാന്വത രത്നഗ്രൈവേയ ചിന്താ കലോല മുക്ത ഫലാന്വത കാമേശ്വര പ്രേമ രത്നമണി പ്രതിപണസ്തനി നാഭ്യാല ബാല രോമാളീലതാ ഫലഗുജദ്വയി ലക്ഷ്യരോമലതാ ദാരദാ സമുന്നേയ മധ്യമ സനഭാരദളൻ മധ്യപട്ടബന്ധ വലിത്രയ അരുണാരുണ കൗസുംബ വസ്ത്രഭാസ്വത്കടീതടി രത്ന കിങ്കിണി കാരമ്യ രസനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാനുത മാണിക്യ മകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാഭജംഗിക ഗൂഢഗുൽഫാ കൂർമ്മ പൃഷ്ട ജയിഷ്ണു പ്രഭദാനുത നഗദീദിതി സപ്യന്ന നമജ്ഞന തമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ സിജ്ഞാന മണിമഞ്ജീര പണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമന മഹാലാവണ്യ സേവതി സർവാരുണ അനവദ്യാംഗി സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീന വല്ലഭ സുമേരു മധ്യ ശൃംഗസ്ഥ ശ്രീമന്നഗര നായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബ വനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവശ്രീ ഗണസംഗാത സൂയമാനാത്മവൈഭവ ബണ്ഡാസുരവധൂദ്യുക്ത ശക്തി സേനാ സമന്യുത സംബൽക്കരി സമാരൂഢ സിന്ദൂര വ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിതാശു കോടി കോടി വിരാവൃത ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗയചക്രരഥാരൂഢ മന്ത്രണീ പരിസേവിത ഗിരിചക്രരഥാരൂഢ ദണ്ഡനാദാ പുരസ്കൃത ജ്വാലാമാലിനി കാക്ഷിപ്ത വന്നി പ്രാകാര മധ്യക ബണ്ഡ സൈന്യവധോദ്യുക്ത ശക്തി വിക്രമഹർഷിത നിത്യാ പരാക്രമാടോപദിരീക്ഷണ സമുത്സുക ബണ്ഡപുത്ര വധോദ്യുക്ത ബാലാ വിക്രമനന്ദിത മന്ത്രിണ്യംബാ വിരചിത വിശങ്ക പദദോഷിത
വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര മഹാഗണേശ നിർവിഘ്ന വിഘ്നയന്ത്ര പ്രഹർഷിത ബണ്ടാ സുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി കരാങ്കുലിന ഗോത്പന്ന നാരായണ ദശാകൃതി മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്നാസുര സൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ന സബണ്ടാസുര ശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമ സഞ്ജീവനൌഷധി ശ്രീമദ് വാഗ്ഭവ കൂടൈക സ്വരൂപമുഖ പങ്കജ ഖഡ്ഡാദ കഡ്ഡി പര്യന്ത മധ്യ കൂടസ്വരൂപിണി ശക്തി കൂടൈക താപന്ന കഡ്യതോ ഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടൈത്രയ കളേംബര കുളാമൃദൈകരസിക കുളസങ്കേത പാലിനി കുളാംഗന കുളാന്തസ്ഥ കൗളിനി കുളയോഗിനി അകുള സമയാന്തസ്ഥ സമയാചാര തൽപര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണു ഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രരാംബുജാരൂഢ സുധാസാരാ വിവർഷിണി തടില്യതാ സമരുചി ഷട്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസതന്തുദനീയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തിർ ഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാഭഹ ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സ്വാതി ശരചന്ദ്ര നിബാനന ശാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധിർ നിരീശ്വര നീരാഗ രാഗമദന നിർമ്മദ മദനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമമത മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി നിശംശയ ശംശയഗ്നി നിർഭവ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർനാശ മൃത്യുമദനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നീലചുകുര നിരപായ നിരത്യയ ദുർലമ ദുർഗമ ദുർഗ ദുഃഖഹദ്രി സുഖപ്രദ ദുഷ്ടദൂര ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത സർവശക്തിമയി സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപ മനോത്മനി മഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി മൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാദകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർമഹാരിതി മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർ മഹാസിദ്ധിർ മഹായോഗീശ്വരീശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുര സുന്ദരി ചതുഷ്ടുപചാരാഢ്യ ചതുഷ്ടി കലാമയി മഹാചതുഷ്ടി കോടി യോഗിനി ഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യക ചാരുരൂപ ചാരുഹാസ ചാരു ചന്ദ്രകലാധര
ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേത സനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനഗണരൂപിണി ധ്യാനദാതൃ രൂപ ധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരണി സ്വബന്ധി തൈജസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക തുല്യ സർവാവസ്ഥ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപ്ത്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവാനുഗ്രഹദ പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവീ ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാത് ആ ബ്രഹ്മ കീടജനനി വർണ്ണാശ്രമ വിദായിനി നിജാജ്ഞാരൂപ നിഗമാ പുണ്യഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാംജധൂളിക സകലാഗമ സന്തോക ശുക്തി സമ്പുടമൗതിക പുരുഷാർത്ഥപ്രദ പൂർണ ഭോഗിനി ഭുവനീശ്വരി അംബികാനാദിദിതന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹ്രീങ്കാരി ഹ്രീമതി ഹൃദ്യ ഹ്രയോപാദേയ വർജിത രാജാർച്ചിത രാജ്ഞി രമ്യ രാജീവലോചന രഞ്ജിനി രമണി രസ്യ രണത്കിങ്കിണി മേഖല രമാ രാഗേന്ദുവദന രതിരൂപ രതിപ്രിയ രക്ഷാകരി രാക്ഷസഗ്നി രാമാ രമണലംബട കാമ്യ കാമകലാരൂപ കദംബ കുസുമപ്രിയ കല്യാണി ജഗദീകന്ദ കരുണാരസസാഗര കലാവതി കലാലാഭ കാന്ത കാദംബരി പ്രിയ പരദാ വാമനയന വാരുണി മദവിഹ്വല വിശ്വാദിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷേവൃതി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയ വിമല വന്ദ്യ വന്ദാരുജലവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമത്കൽപ്പലതിക പശുപാശ വിമോചിനി സംഹൃതാശേഷ ഭാഷണ്ഡ സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണി താപസാരാധ്യ തനുമധ്യ തമോബഹ ചിതിസ്ഥൽപദ ലക്ഷ്യാർത്ഥ ചിതേകരസ്വരൂപിണി സ്വാത്മാനന്ദല വിഭൂത ബ്രഹ്മ്യാദ്യാനന്ദ സന്തതി പരാ പ്രത്യക്ഷിതിരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരി രൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാഡി കൃതജ്ഞ കാമപൂജിത ശൃംഹാരരസ സമ്പൂർണ ജയാ ജാലന്ധരസ്ഥിത ഓണ്ട്യാണ പീഡനിലയ ബിന്ദു മണ്ഡലവാസിനി യഹോ യാഗക്രമാരാധ്യ രഹതർപ്പണ തർപ്പിത സദ്യപ്രസാദിനി വിശ്വശാസിനി സാക്ഷിവർജിത ഷഡംഗ ദേവതായുക്ത ഷഡ്ഗുണ്യ പരിപൂരിത നിത്യക്ലിന്ന നിരുപമാ നിർവാണ സുഖദായിനി നിത്യ ഷോഡശികാരൂപ ശ്രീകണ്ഠാർദ്ധ ശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്ത വ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാസ്വരൂപിണി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാർദ തമോഭേദ ഭാനുമദ്ഭാനു സന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപര ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര ശിജക്തി ശ്വേതനാരൂപ ജഡശക്തി ജഡാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ ധ്വജവൃന്ദ നിഷേവിത തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത
നിശീമ മഹിമാ നിത്യ യൗവന മദശാലിനി മദഗൂർണിത രക്താക്ഷി മദപാടല ഗണ്ഡഭു ചന്ദ്രദ്രവദിക്താംഗി ചാമ്പേയ കുസുമ പ്രിയ കുശല കോമളാകാര കുരുകുല്ല കുലേശ്വരി കുളകുണ്ടാലയ കൗളമാർഗ തൽപര സേവിത കുമാരഗണനാദാംബ തുഷ്ടിപുഷ്ടിർമൃതനിധി ശാന്തി സ്വസ്തിമതി കാന്തിർ നന്ദിനി വിഘ്നനാശിനി തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി സുമുഖി നളിനി സുബ്രു ശോഭന സുരനായിക കാളകണ്ഠി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധബാധ യശസ്വിനി വിശുദ്ധി ചക്രനിലയ രക്തവർണ ത്രിലോചന ഗുഡ്വങ്കാദി പ്രഹരണ വദനൈക സമന്യുത പായസാന്ന പ്രിയ തോക്ത പശുലോക ഭയങ്കരി അമൃതാദി മഹാശക്തി സംവൃത ഡാംഗിനീശ്വരി അനാഹതാബ്ജ നിലയ ശ്യാമാംബ ഭദ്രദ്വയ ദംഷ്ട്രോജ്വല ക്ഷമാലാദിതര രുദ്ര സംസ്ഥിത കാളരാത്രാദി ശക്തിയോഗവൃത സ്നിഗ്ധൗദന പ്രിയ മഹാവീരേന്ദ്ര വരദ രാക്കിന്യംബ സ്വരൂപിണി മണിപൂരാംജ നിലയ പതനത്രയ സംയുത വജ്രാദികായുധോ വേദ ഡാമര്യാദിവിരാവൃത രക്തവർണ മാംസനിഷ്ഠ ഗുഡാന പ്രീതമാനസ സമസ്ത ഭക്ത സുഗത ലാക്കിന്യംബ സ്വരൂപിണി സ്വാദിഷ്ഠാനാംബുജഗത ചതുർവക്ത്ര മനോഹര ശൂലാദ്യായുധ സമ്പന്ന പീതവർണാദിഗർവിത മേധോരിഷ്ട മധുപ്രീത ബന്ധിന്യാദി സമന്വിത ദത്യന്നാസക്തഹൃദയ കാകിനി രൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്താസി സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാദി നിഷേവിത മുദ്ഗൗദനാസക്ത ചിത്ത സാക്കിന്യംബ സ്വരൂപിണി ആജ്ഞാചക്രാംജ നിലയ ശുക്ലവർണ ഷടാനന മഞ്ജാ സംസ്ഥ ഹംസവതി മുഖ്യ ശക്തി സമന്യുത ഹരിദ്രാനൈകരസിക ഹാഗിനി രൂപധാരിണി സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത സർവായുധര ശുക്ല സംസ്ഥിത സർവതോമുഖി സർവൗദന പ്രീത ചിത്ത യാക്കിന്യംബ സ്വരൂപിണി സ്വാഹ സ്വദാ മധുർമേധ ശ്രുതി സ്മൃതിരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമജാർച്ചിത ബന്ധമോചിനി ബർമരാളക വിമർശരൂപിണി വിദ്യ വേദാദി ജഗൽപ്രസു സർവവ്യാധി പ്രശമനി സവ്യമൃത്യു നിവാരിണി അഗ്രഗണ്യ ചിന്ത്യരൂപ കലി കൽമഷനാശിനി കാർത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത താംബൂല പൂരിതമുഖി ദാണ്ഡിമി കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസന ലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഗണരൂപിണി മാദീപാനാലസ മത്ത മാതൃകാ വർണ്ണരൂപിണി മഹാകൈലാസ നിലയ മൃളാനാമൃതോല്ലത മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡസാക്ഷരി വിദ്യ ത്രികൂടാ കാമകോടിക കടാക്ഷ കിങ്കരി ഭൂത കമല കോടി സേവിത സ്ഥിരസ്ഥിത ചന്ദ്രദിവ ഫാലസ്തേന്ദ്രതനുപ്രഭ ഹൃദയസ്ഥ രവിപ്രഖ്യ ത്രികോണാന്തര ദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി ധരാദോളിത ദീർഘാക്ഷി ധരഹാസോച്ചലോന്മുഖി ഗുരുമൂർത്തിർ ഗുണനിധിർ ഗോമാതാ ഗുഹജന്മഭൂ ദേവേശി ദണ്ഡനീതിസ്ഥ ദഹരാകാശരൂപിണി പ്രതിപന്മുഖ്യരാ കാന്ത തിഥി മണ്ഡല പൂജിത കലാത്മിക കലാനാഥ കാവ്യലാഭ വിനോദിനി സചാമര രമാവാണി സവ്യ ദക്ഷിണ സേവിത
ആദിശക്തിരമേയാത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി ദിവ്യ വിഗ്രഹ ക്ലീങ്കാരി കേവല ഗുഹ്യ കൈവല്യപദദായിനി ത്രിപുര ത്രിജഗദ്ദുത്യ ത്രിമൂർത്തി സ്ത്രിദശേശ്വരി ത്രക്ഷരി ദിവ്യഗന്ധാഢ്യ സിന്ദൂര തിലകാഞ്ചിത ഉമാ ശൈലേന്ദ്രതനയ ഗൗരി ഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദാ വാഗതീശ്വരി ധ്യാനഗമ്യ പരിച്ഛേദ്യ ജ്ഞാനദാ ജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദ യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദസത് രൂപധാരിണി അഷ്ടമൂർത്തി രജാ ജൈത്രി ലോകയാത്രാ വിദായിനി ഏകാകിനി ഭൂമരൂപ നിർദ്വൈത ദ്വൈത വർജിത അന്നദ വസുധ വൃദ്ധ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി ബൃഹതി ബ്രാഹ്മിണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹത്സേന ഭാവ ഭാവ വിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭന ശുലഭാഗതി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജകൃപ രാജപീഠ നിവേശിത നിജാശ്രിത രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗ ബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല ദീക്ഷിത ദൈത്യശമനി സർവലോകവ ശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശാകാല പരിച്ഛിന്ന സർവക സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവപതിവ്രത സമ്പ്രദായേശ്വരി സ്വാതി ഗുരുമണ്ഡല രൂപിണി കുളോതീർണാപകാരാധ്യ മായാ മധുമതീമഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദ കളിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദി വിദ്യ നടീശ്വരി മിഥ്യാ ജഗദധിഷ്ഠാന മുക്തിദ മുക്തിരൂപിണി ലാസ്യപ്രിയ ലേഖരി ലജ്ജ രംഭാതിവന്ദിത ഭവതാവസുധാ വൃഷ്ടി പാപാരണ്യതവാനല ദൗർഭാഗ്യതൂലപാദൂല ജരാന്ദ്വാന്തര വിഭ്രമ ഭാഗ്യാബ്ദി ചന്ദ്രിക ഭക്ത ചിത്ത കേകീഗനാഗന യോഗപർവത ദംബോളിർ മൃത്യുദാരു കുടാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുര നിഷൂദിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗദാത്രി സുഭഗ ത്രയംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗദ ശുദ്ധ ജപാ പുഷ്പനിഭാകൃതി ഓഞ്ചോവതി ദുദിതര യജ്ഞരൂപ പ്രിയം വ്രത ദുരാരാധ്യ ദുരാദക്ഷ പാടലി കുസുമപ്രിയ മഹതി മേരുനിലയ മന്ദാര കുസുമപ്രിയ വീരാരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണദ പ്രാണരൂപിണി മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണി നിസ്യരാജദൂ ത്രിപുരേശി ജേത്സേന നിസ്ത്രൈഗുണ്യ പരാപര സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കബർദിനി കലാമാല കാമദുഃഖാമരൂപിണി കലാനിധി കാവ്യകലാ രസജ്ഞാ രസസേവതി പുഷ്ടാ പുരാതന പൂജ പുഷ്കര പുഷ്കരേക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാൽപര പാചകസ്ഥ പാചകന്ത്രി പരമന്ത്ര വിവേദിനി മൂർത്ത മൂർത്ത നിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവദ്യരാമിണി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപ ബുധാർച്ചിത
പ്രസവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണീശ്വരി പ്രാണദാത്രി പഞ്ചാശൽ പീഠരൂപിണി വിസങ്കല വിഭക്തസ്ഥ വീരമാതാ വിയൽപ്രസു മുകുന്ദ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞ ഭവരോഗഗ്നി ഭവചക്രപ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദ്ധാരകീർത്തിരുദ്ധാമ വൈഭവ വർണ്ണരൂപിണി ജന്മമൃത്യുജരാ തപ്തജന വിശ്രാന്തിദായിനി സർവോപനിഷദുൽഗുഷ്ട ശാന്ത്യതീത കലാത്മിക ഗംഭീര ഗഗനാന്തസ്ഥ ഗുർവിദ ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ട കാന്ത കാന്താർദ്ധ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനൽ കനക താടങ്ക ലീലാ വിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുക്ത മുക്ത ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹുർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗതിലയ ത്രിസ്ത ത്രിപുരമാലിനി നിരാമയ നിരാലംബ സോത്മാരാമ സുധാശ്രുതി സംസാരഭംഗ നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്തി യജമാനസ്വരൂപിണി ധർമാധാര ധനാധ്യക്ഷ ധനധാന്യ വിവർധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാത വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിരോണി നിലയ കൂടസ്ഥ കുളരൂപിണി വീരഗോഷ്ഠിപ്രിയ വീര നൈഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാന കലന കല്യ വിദഗ്ധ ബൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമഗാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യാപസവ്യ മാർഗസ്ഥ സർവാപത് നിവാരിണി സ്വസ്ഥ സ്വഭാവ മധുര ധീര ധീര സമർച്ചിത ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാ തുഷ്ട തരുണ നിത്യ പാടല ദക്ഷിണ ദക്ഷിണാരാധ്യ ധരസ്മേര മുഖാംബുജ കൗലിനി കേവലാനർഘ്യ കൈവല്യ പദദായിനി സ്തോത്രപ്രിയ ശ്രുതിമതി ശ്രുതി സംസ്കൃത വൈഭവ മനസ്സുനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വീരാംഗിണി പ്രഗദ്ഭ പരമോദാര പരമോദാ മനോമയി വ്യാമകേശി വിമാനസ്ഥ വജ്രണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത മഞ്ചാതിശായനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദ ശംഭുമോഹിനി ധരാധര സുധാ ധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി യോഗാതീത ഗുണാതീത സർവാതീത സമാത്മിക ബന്ധൂക കുസുമ പ്രഖ്യ ബാലാ ലീലാ വിനോദിനി സുമംഗലി സുഖകരി സുവേശാഢ്യ സുവാസിനി സുവാസിന്യർച്ചന പ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദു തർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനഗാത്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസാതിശൈജ്ഞാത ഷഡദ്വാതീതരൂപിണി അവ്യാജ കരുണാമൂർത്തിരജ്ഞാന ദ്വാന്തദീപിക ആബാല ഗോപവിദിത സർവാനുല്യംഘ്യ സാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുര സുന്ദരി ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക ഏവം ശ്രീ ലളിതാ ദേവ്യാ നാംനാം സഹസ്രഹം ജഗു ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം സമ്പൂർണം ശ്രീ മഹാദേവ്യൈ നമഃ ശ്രീ മഹാദേവ്യൈ നമഃ ശ്രീ മഹാദേവ്യൈ നമഃ പശന്യാദിവാഗ്ദേവതാ ഋഷയാം അനുഷ്ടുപ് ചന്ദ ശ്രീ ലളിതാ പരമേശ്വരി ദേവതാ ഹരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം
വിഹിതമഹിതം സർവമേതക്ഷമസ്വ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ.